എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് അവസരങ്ങൾ പാഴാക്കരുത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അവസരങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പാഴാക്കാൻ പാടില്ലാത്തതുണ്ട്. ഞാനതിലേറ്റവും പ്രാധാന്യം നൽകി അവസരങ്ങൾ ആദ്യം ചർച്ച ചെയ്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് സമയം. ദൈവം എല്ലാവർക്കും ഒരേ സമയമാണ് നൽകിയിട്ടുള്ളത്. 24 മണിക്കൂർ ഒരു ദിവസം. ഇതിൽ ഒരു നല്ല ശതമാനം സമയവും പാഴാക്കി കളയുന്ന ആളുകളുണ്ട്. ഉറങ്ങുന്നതിന് ഉപയോഗിക്കുന്ന സമയം പാഴാക്കി കളയലല്ല കേട്ടോ. അത് ശരീരത്തിൻ്റെ ഒരു ആവശ്യം നിർവഹിക്കുന്നതാണ്. ഭക്ഷണം കഴിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന സമയം അത് പാഴാക്കലല്ല. പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത് പാഴാക്കലല്ല. പഠിക്കാൻ ഉപയോഗിക്കുന്നത് പാഴാക്കലല്ല. അപ്പോൾ എന്താണ് സമയം പാഴാക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? നമുക്ക് ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങൾക്കായി സമയം ഉപയോഗപ്പെടുത്തുമ്പോൾ അത് നമ്മൾ പറയും പാഴാക്കി കളയാണ് എന്ന്. ആവശ്യത്തിലധികം, വേണ്ടതിലധികം സമയം ഉപയോഗപ്പെടുത്തി ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പറയും പാഴാക്കി കളയാണ്, സമയം പാഴാക്കി കളയാണ് എന്ന്. അങ്ങനെ 2 തരത്തിലാണ് സമയം പാഴാക്കി കളയുന്നത്. ഒന്ന്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സമയം ഉപയോഗപ്പെടുത്തുന്നത്. 2, വേണ്ടതിലധികം സമയം ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. ഈ 2 തരത്തിലും നമ്മൾ പലരും, ഒട്ടുമിക്ക പേരും സമയം പാഴാക്കി കളയുന്നുണ്ട്. പണ്ട് സമയം പാഴാക്കി കളയുന്നതിന് ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. ലേസി ആയിരിക്കുക, മടിയായിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഒരുപാട് തരത്തിൽ സമയം നമുക്ക് പാഴാക്കി കളയാൻ പറ്റും. ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തോ അത് വിട്ട് വേറെ കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നത് സമയം പാഴാക്കി കളയലാണ്. കാരണം ഇന്ന് വിദ്യാഭ്യാസ രംഗം അത്രമാത്രം മത്സരം ഉള്ള ഒരു രംഗമാണ്. ബുദ്ധിശക്തി ഉണ്ടായാൽ മാത്രം പോരാ, ബുദ്ധിശക്തി ഉപയോഗപ്പെടുത്തി വർക്ക് ചെയ്യണം, പഠിക്കണം. അപ്പോഴാണ് ടോപ്പിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ വേണ്ടത്ര സമയം അദ്ദേഹം ചെലവഴിക്കുന്നില്ല എങ്കിൽ അതിന് ഞാൻ പറയും പാഴാക്കി കളഞ്ഞു എന്ന്. എങ്ങനെയൊക്കെയാണ് വിദ്യാർത്ഥികൾ അധികവും സമയവും പാഴാക്കി കളയുന്നത്? ഒന്ന്, ആവശ്യത്തിലധികം ഉറങ്ങുന്നത് വഴി. 2, അനാവശ്യമായ ടോക്ക്, ലൂസ് ടോക്ക് വഴി. പുസ്തകം വായന, അനാവശ്യമായ പുസ്തകം വായിക്കുന്നത്, വായിക്കേണ്ട പുസ്തകം വായിക്കാതെ വേറെ പുസ്തകം വായിക്കുന്നത് സമയം പാഴാക്കി കളയുന്നതിന് തുല്യമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? വായിക്കേണ്ട പുസ്തകം വായിക്കാതെ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിക്കുന്നത് സമയം പാഴാക്കി കളയുന്നതിന് തുല്യമാണ്. എന്നാൽ നിങ്ങൾ ആവശ്യമുള്ളത് വായിച്ചു, പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്കിനി എക്സ്ട്രാ ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഒരു തെറ്റുമല്ല. അത് വളരെ നല്ല കാര്യമാണ്. ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യാതെ ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ പാഴാക്കി കളയുന്നു എന്ന് പറയുന്നത്. ഓരോരുത്തരും ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ സമയം ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു? നമ്മുടെ തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് സമയം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താഞ്ഞിട്ടാണ്. നെപ്പോളിയൻ ഹിൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരൻ
ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളിൽ ഒരെണ്ണമാണ് യു ക്യാൻ വർക്ക് യുവർ ഓൺ മിറാക്കിൾസ് എന്നുള്ളത്. ആ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ തന്നെ ഇതാണ്, 54 മേജർ കോസസ് ഓഫ് ഫെയിലിയർ. തോൽവിയുടെ 54 പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന്. അതിൽ ഒരെണ്ണമായിട്ട് എഴുതിയിരിക്കുന്നത് ഇതാണ്, ഫെയിലിയർ ടു ബഡ്ജറ്റ് ടൈം ആൻഡ് പുട്ട് ഇറ്റ് ടു പ്രോപ്പർ യൂസ്. സമയം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതിരിക്കുന്നത്. സമയം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിങ്ങളത് ബഡ്ജറ്റ് ചെയ്യണം. നമുക്ക് അസംബ്ലിയിൽ ധനമന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും, അതിന് ചർച്ച നടക്കും, പാസ്സാക്കും. എന്തിനാ ബഡ്ജറ്റ്? ആവശ്യത്തിന് കുറേശ്ശെ ചെലവ് ചെയ്താൽ പോരെ? അല്ല. അവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങനെ ധനം സമാഹരിക്കാം. 2, ആ സമാഹരിച്ച ധനം ഏറ്റവും നന്നായി എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഏറ്റവും അധികം ഔട്ട്പുട്ട് കിട്ടുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താം. ഇതാണ് ബഡ്ജറ്റ്. ബഡ്ജറ്റിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, ധനം സമാഹരിക്കൽ. 2, അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക, ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാകുന്ന, ഔട്ട്പുട്ട് ഉണ്ടാകുന്ന വിധത്തിൽ. ഇതുപോലെ തന്നെയാണ് സമയം ബഡ്ജറ്റ് ചെയ്യുന്നത്. അത് സമയം സമാഹരിക്കണം എന്ന് പറയുമ്പോൾ, ഇല്ലാത്ത സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? 24 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ യൂസ്ഫുൾ ടൈം സമാഹരിച്ചു, കൂടുതൽ സമാഹരിച്ചു. ബഡ്ജറ്റിൻ്റെ അതേ പ്രവർത്തനം തന്നെ. 2, ഈ സമാഹരിച്ച് കിട്ടിയ സമയം അത് 24 മണിക്കൂറിലും കൂടില്ലല്ലോ. അത് എങ്ങനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താം, ഏറ്റവും നന്നായി റിസൾട്ട് കിട്ടുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താം. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എന്ത് ചിന്തിക്കണം? എനിക്ക് 5 വിഷയം 6 വിഷയം പഠിക്കാനുണ്ട്. ഇതിൽ ടോപ്പ് മാർക്ക് കിട്ടണം. അത് ഞാൻ ഏത് വിഷയമാണ് കൂടുതൽ പഠിക്കേണ്ടത്? അതിന് മുമ്പത്തെ പേപ്പറുകളൊക്കെ നോക്കണം. ഓരോ വിഷയത്തിനും ഓരോ ചാപ്റ്ററിനും വെയിറ്റേജ് എത്രയാണ് വന്നിരുന്നത്, സാധാരണ നിലയിൽ വെയിറ്റേജ് എത്രയാണ് വരുന്നത്. ആ വെയിറ്റേജിനനുസരിച്ച് നമ്മൾ സമയം അലോട്ട് ചെയ്യുകയാണ്. ശരിക്കും ബഡ്ജറ്റിംഗ് തന്നെയാണ്. അപ്പോൾ ആ സമയത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടും, കൂടുതൽ മാർക്ക് കിട്ടും. ഏറ്റവും എളുപ്പമുള്ള വിഷയത്തിന് കൂടുതൽ സമയം കൊടുക്കുകയല്ല വേണ്ടേ. ഏറ്റവും എളുപ്പമുള്ള വിഷയം പഠിക്കാൻ ഏറ്റവും കുറവ് സമയം മതി. ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം പഠിക്കാനാണ് കൂടുതൽ സമയം വേണ്ടത്. അപ്പോൾ അതിന് കൂടുതൽ സമയം നമ്മൾ കൊടുക്കണം. എഴുതി പഠിക്കുന്നതിലൂടെ സമയം നമുക്ക് കൂടുതൽ ചിലവാകും എങ്കിലും, എഴുതി പഠിക്കുമ്പോൾ സമയം കൂടുതൽ ചിലവാകും. ഒരു പാരഗ്രാഫ് വായിക്കുന്ന സമയം പോരല്ലോ എഴുതി പഠിക്കാൻ. എഴുതി പഠിക്കുന്നതിലൂടെ അത് തലയിൽ, ഓർമ്മയിൽ നിൽക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ ഇഫക്റ്റീവായിട്ട് ഞാൻ എഴുതി പഠിക്കുന്നതിന് കുറച്ച് സമയം കൊടുത്താൽ റിസൾട്ടിൽ മെച്ചമുണ്ടാകും. ഇതുപോലെ നമ്മൾ ചിന്തിച്ച് ഒരുങ്ങി വേണം സമയം ചെലവഴിക്കുന്നതിന്. ഇനി ഈ സമയം ചെലവഴിക്കുന്നിടത്ത് ഒരു ഓർഡറുണ്ട്. ഇന്നത് ആദ്യം, പിന്നെ ഇന്നത് അങ്ങനെ. ചിലപ്പോൾ പഠിക്കാനുള്ള വിഷയം ഇന്ന് എനിക്ക് ക്ലാസ്സിൽ പഠിക്കാനില്ലാത്ത വിഷയം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇരുന്ന് പഠിച്ചാൽ ക്ലാസ്സിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയില്ല. മറിച്ച് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇന്ന് ക്ലാസ്സിലേക്കുള്ള വിഷയങ്ങൾ രാവിലെ പഠിച്ചു, തിരിച്ച് വന്നതിന് ശേഷം, ക്ലാസ്സിൽ നിന്ന് വന്നതിന് ശേഷം മറ്റ് വിഷയങ്ങൾ പഠിച്ചു. അപ്പോൾ ഇഫക്റ്റ് കൂടി.
അല്ലെങ്കിലോ എനിക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഞാൻ അതിരാവിലെ എഴുന്നേറ്റിരുന്ന് പഠിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ക്ലാസ്സിലേക്ക് വേണ്ട വിഷയങ്ങൾ വേണ്ടതുപോലെ പഠിക്കാനായിട്ട് സാധിച്ചില്ല. എന്തായിരിക്കും അതിൻ്റെ ഫലം? ക്ലാസ്സിൽ എനിക്ക് നന്നായി മനസ്സിലായില്ല. ഞാൻ ഒരുങ്ങി വന്നിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴെന്ത് വേണ്ടി വരും? കൂടുതൽ സമയം അതിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. കൂടുതൽ സമയം ചെലവഴിച്ചാലേ എനിക്ക് വേണ്ടത്ര റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം ചെലവഴിക്കുന്നതിനൊരു ഓർഡറുണ്ട്. ആ ഓർഡർ തെറ്റിയാൽ പാഴായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമയം പാഴായി പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ചെയ്തു തീർക്കേണ്ട ജോലി ഇന്ന് തന്നെ ചെയ്തു തീർക്കുന്നതാണ് സമയം ഉപയോഗപ്പെടുത്തുന്നതിൽ മുൻഗണന കൊടുക്കേണ്ടത്. അതിന് മുൻഗണനാ ക്രമമുണ്ട്, പ്രയോറിറ്റീസ് എന്ന് പറയും. എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുക. ചെയ്യേണ്ട സമയം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സമയം പാഴാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പാഴാക്കിയാൽ പിന്നെ അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ. സമയവും ടൈഡ് എന്ന് പറയുമ്പോൾ വേലിയേറ്റം വേലിയിറക്കം, ഇത് രണ്ടും ആരെയും കാത്തു നിൽക്കുന്നില്ല. അത് അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉപയോഗപ്പെടുത്തുക സമയം വേണ്ടതുപോലെ. അതുപോലെ ഒരു ചെറിയ ഒരു പഴഞ്ചൊല്ല് കൂടി ഞാൻ ഓർക്കുകയാണ്. മേക്ക് ഹേ വൈൽ സൺ ഷൈൻസ്. ഹേ എന്ന് പറഞ്ഞാൽ വൈക്കോൽ. വൈക്കോൽ ഉണക്ക്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊന്നും അതൊന്നും അറിയില്ല. മേക്ക് ഹേ വൈൽ സൺ ഷൈൻസ്. വൈക്കോൽ എപ്പോഴാണ് ഉണക്കണ്ടേ? അതിന് സൂട്ടബിളായിട്ടുള്ള ടൈമിലാണ്. ആ സമയം സൂര്യപ്രകാശമുള്ളപ്പോഴാണ് നമ്മൾ വൈക്കോല് ഉണക്കേണ്ടത്. അപ്പോൾ ഓരോന്നിനും ഏറ്റവും ഉചിതമായ സമയം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഒട്ടും പാഴാകാതെ ഉപയോഗപ്പെടുത്തുക. സമയം പാഴാക്കാതിരിക്കാൻ നമുക്ക് ആവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ് സ്പീഡ്, വേഗത. ഓരോ കാര്യം ചെയ്യുന്നതിന് ഒരു മിനിമം വേഗതയെങ്കിലും നമുക്കുണ്ടാകണം. ഞാൻ പലപ്പോഴും കുട്ടികളെ ലേറ്റായി വരുന്നവരെ കാണാനായിട്ട് അങ്ങനെ പഠിക്ക് നിൽക്കാറുണ്ട്. ലേറ്റായി വരുന്നവരെ കണ്ട് ചോദിക്കും, എന്താ ലേറ്റായേ എന്ന്. അപ്പോൾ അവർ വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്തൊരു സ്ലോ ആയിട്ടാണ് വരുന്നത്. അവർക്കറിയാം ലേറ്റായിട്ടാണ് വരുന്നതെന്ന്. എന്നിട്ടും അവർ നടക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. ഏതാണ്ട് ഒരാഴ്ച ആശുപത്രിയിൽ കിടന്ന് ആശുപത്രിയിൽ നിന്ന് പേര് വെട്ടിയിട്ട് നടക്കണ പോലെയാണ് അവർ നടക്കുന്നത്. നിങ്ങൾ ലേറ്റായി, ഇച്ചിരി വേഗം നടക്കുക. അങ്ങനെയാണെങ്കിൽ ലേറ്റാകുന്നത് 2 മിനിറ്റ് ലേറ്റാവുന്നത് 1 മിനിറ്റാക്കി കുറയ്ക്കാൻ പറ്റും. 10 മിനിറ്റ് ലേറ്റാവുന്നത് 5 മിനിറ്റാക്കി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ സ്പീഡ് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ് സമയം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നത്. പരീക്ഷാ ഹാളിൽ സമയം നമുക്ക് ഫിക്സഡ് സമയമാണ്. അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. പരീക്ഷാ ഹാളിൽ ഇത്ര ചോദ്യങ്ങൾ എഴുതണം എന്നുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം നമുക്കറിയാം എന്ന് നമ്മൾ വിചാരിക്കുക. എല്ലാ ചോദ്യങ്ങളും അറിയാം. എങ്കിലും നമ്മൾ അതിനൊരു ഓർഡർ ചൂസ് ചെയ്യാനുണ്ട്. ഏറ്റവും നന്നായി അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം ചെയ്തു. അങ്ങനെ എല്ലാ ചോദ്യങ്ങൾക്കും സമയം വിതരണം ചെയ്ത് വേണ്ടതുപോലെ എല്ലാ ചോദ്യങ്ങളും ചെയ്യുക. ചില കുട്ടികളുണ്ട് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ചോദ്യം ഏറ്റവും നന്നായി ചെയ്യും. അവസാനം വരുമ്പോൾ ഒരു ചോദ്യം വിട്ടുപോയി. 3 മണിക്കൂർ അയാൾക്ക് കിട്ടി. പക്ഷെ ഒരു ചോദ്യം വിട്ടുപോയതുകൊണ്ട് ഒരു പക്ഷേ എല്ലാ ചോദ്യങ്ങളും
ഒരുവിധം നന്നായി എഴുതിയ ഒരു കുട്ടിയേക്കാൾ മാർക്ക് കുറഞ്ഞു പോകും. ഇവിടെ 2 കുട്ടികളും ഒരേ സമയമാണ് ഉപയോഗപ്പെടുത്തിയത്. 2 പേരും 3 മണിക്കൂർ ഉപയോഗപ്പെടുത്തി. പക്ഷെ ഒരാൾ പ്രൂഡൻ്റായിട്ട് സമയം ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് അയാൾക്ക് കൂടുതൽ മാർക്ക് ലഭിച്ചു. ഇയാൾക്കും ചോദ്യം അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അയാൾ എന്തു ചെയ്തു, ചില ചോദ്യങ്ങളൊക്കെ ആവശ്യത്തിലധികമൊക്കെ എഴുതി വെച്ചു. അതുകൊണ്ട് ഒരു ചോദ്യം വിട്ടുപോയി. പരീക്ഷാ പേപ്പറിൽ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ സമയം പ്രൂഡൻ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകി സമയം തുല്യമായി കൊടുത്ത് ഒരു ചോദ്യവും ഉപേക്ഷിക്കാതെ വിട്ടുകളയാതെ എല്ലാ ചോദ്യങ്ങളും എഴുതാനായിട്ട് ശ്രമിക്കുക. പ്രസംഗിക്കാനായിട്ടൊരവസരം കിട്ടി. നിങ്ങളോട് പറയുകയാണ്, അരമണിക്കൂർ കേട്ടോ നിങ്ങൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ. ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, എത്ര സമയമാണ്? ആ സമയത്തിനനുസരിച്ച് നമുക്ക് നീട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ആ സമയം ഇത്ര മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമയം പ്ലാൻ ചെയ്യണം. ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത്? എനിക്കൊരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവാം. അതിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് മാത്രം പറഞ്ഞാൽ മതിയോ? അത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നമ്മളൊരാൾ മാത്രമേ പ്രസംഗിക്കാനുള്ളൂ, അതോ വേറെയും ആൾക്കാർ പ്രസംഗിക്കാനുണ്ടോ? അപ്പോൾ എനിക്ക് ആദ്യം സമയം കിട്ടി, ഞാൻ എല്ലാ പോയിൻ്റുകളും ടച്ച് ചെയ്താൽ ഇനി പ്രസംഗിക്കാൻ വരുന്ന ആൾക്ക് ഒന്നും സ്പർശിക്കാൻ പുതിയതായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു ചൂസ് ചെയ്യാം, ഒന്നിങ്ങനെ ചൂസ് ചെയ്യാം. ഞാൻ 1-2 പോയിൻ്റുകൾ പറയുന്നു, അത് വിശദമായി പറയുന്നു. കിട്ടിയ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇനിയും 6-7 പേര് പ്രസംഗിക്കാനുണ്ട്, അവർ ചെയ്തോളും എന്നൊക്കെ ആ സമയം അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ. നമുക്കൊരു പക്ഷേ അവസാനമായിരിക്കും പ്രസംഗിക്കാൻ കിട്ടിയത്. നമ്മൾ സ്റ്റേജിലിരിക്കുകയാണ്, ഏറ്റവും അവസാനം പ്രസംഗിക്കാൻ കിട്ടി. ആദ്യത്തെ ആൾ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി, ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. അടുത്ത ആൾ അയ്യോ ഇതും പറയണമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു എന്ന് വരും. അപ്പോൾ പ്രസംഗിക്കാനായിട്ട് ഒരു വിഷയം വേണമെങ്കിൽ ഇവരൊക്കെ പറഞ്ഞത് ഒന്നുകൂടി നമുക്ക് എടുത്തു പറയാം, അതൊക്കെ ശരിയാണ്, അങ്ങനെ ഞാൻ അതിനോട് യോജിക്കുന്നു, അതിനോട് ആമേൻ പറയുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇന്ന ആൾക്കാർ ചെയ്ത പ്രസംഗത്തിൻ്റെ അവർ പ്രകടിപ്പിച്ച ആശയത്തിനോട് ഞാൻ ആമേൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് തുടങ്ങാറുണ്ട്. പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുക. അപ്പോഴാണ് നിങ്ങൾ വാല്യൂ ചെയ്യപ്പെടുന്നത്. അല്ലാതെ അവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്നുകിൽ എതിർത്ത് പറയാം, അതല്ലെങ്കിൽ അത് തന്നെ വീണ്ടും പറയാം. അവിടെ ഒന്നും നിങ്ങൾ വിലമതിക്കപ്പെടില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ആ അരമണിക്കൂർ പുതിയതായി എന്തെങ്കിലും പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തുന്നതിന് പ്രാധാന്യമുണ്ട് എന്ന് ഓർക്കുക. ഉപയോഗപ്പെടുത്തുന്നതിൽ അങ്ങനെ നമുക്ക് ലഭിക്കുന്ന സമയം. ഇനി ഒരു കാര്യവും കൂടി പറയട്ടെ. ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് 24 മണിക്കൂറാണ്. ആ ദിവസം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് തലേ ദിവസം നമ്മളൊന്ന് ബഡ്ജറ്റ് ചെയ്യണം. നാളെ ഞാൻ ഇന്നതൊക്കെ ചെയ്യണം. അതൊരു ബഡ്ജറ്റിങ് എഴുതണം. ഇന്നതുപോലെ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യും എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ മറക്കില്ല. ചെറുപ്പക്കാർ മാത്രമല്ല അത് എഴുതി വയ്ക്കേണ്ടത്, വയസ്സായവരും ഒക്കെ എഴുതി വയ്ക്കണം. ഒന്നും മറന്നു പോകാതെ എഴുതി വയ്ക്കാനായിട്ട്. അതുകൊണ്ട് അത് വെച്ച് ആ ടൈം ടേബിൾ വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാകും. മാക്സിമം ഔട്ട്പുട്ട്. ഏറ്റവും പ്രൂഡൻ്റായിട്ട് ചെയ്യേണ്ടത് ഒന്നാണ് സമയം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ
വേസ്റ്റ് ആകാതെ നോക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് വെള്ളം. വെള്ളം, ശുദ്ധജലം ഇന്ന് വളരെ ദുർലഭമായി ലഭിക്കുന്ന ഒന്നാണ്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഒരു ജലാശയത്തിൽ ജലമുണ്ട്, അത് നമ്മൾ അഴുക്ക് ഉള്ളതാക്കി തീർത്താൽ, അതിൽ മാലിന്യം വരാൻ ഇടയാക്കിയാൽ ആ കുളത്തിലെ വെള്ളം മുഴുവൻ വേസ്റ്റായിപ്പോയി, മുഴുവൻ. അപ്പോൾ ആ കുളത്തിൻ്റെ ഉടമസ്ഥൻ ആരാണോ, ആ ജലാശയത്തിൻ്റെ ഉടമസ്ഥൻ ആരാണോ, ആ വ്യക്തി ചെയ്യേണ്ടതാണ് അതിലേക്ക് വരുന്ന അഴുക്ക് ജലം തടഞ്ഞ് അതിലെ ജലം ശുദ്ധമാക്കി സൂക്ഷിക്കുക. അപ്പോൾ ഒരു ജലാശയത്തിലെ ജലം മുഴുവൻ പാഴായി പോകാതെ നമ്മൾ സൂക്ഷിക്കുകയാണ്, പാഴായി പോകാതെ സൂക്ഷിക്കുന്നു. രണ്ടാമതൊന്ന് ചെയ്യേണ്ടത്, ആ ശുദ്ധജലം ഉപയോഗപ്പെടുത്തുമ്പോൾ, അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഉടമസ്ഥൻ, ജലാശയത്തിൻ്റെ ഉടമസ്ഥൻ ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. മറ്റുള്ളവർ അതിലെ വഴിയിൽ കൂടെ കടന്നു പോകുന്നവരും മാലിന്യങ്ങൾ ആ ജലാശയത്തിലേക്ക് ഇട്ടു. ഇപ്പം എല്ലാ മാലിന്യങ്ങളും പുഴയിലേക്ക് ഒഴുക്കല്ലേ ചെയ്യുന്നത്. പുഴയുടെ ഉടമസ്ഥൻ ആരാണ്? നമ്മളൊക്കെ തന്നെയാണ് പുഴയുടെ ഉടമസ്ഥന്മാർ. അതിനു ചുറ്റും താമസിക്കുന്നവർ, അതിനു ചുറ്റും വ്യവസായം നടത്തുന്നവർ, അവരൊക്കെയാണ് ആ പുഴയുടെ ഉടമസ്ഥന്മാർ. അവർ, ആ പുഴ ഒരു ജലാശയമാണല്ലോ, അതിലെ വെള്ളം പാഴാകാതെ സൂക്ഷിക്കേണ്ടത് അവരുടെ കടമയാണ്. രണ്ടാമതൊരു കൂട്ടരെക്കുറിച്ച് പറയായിരുന്നു, അത് മറ്റുള്ളവർ മാലിന്യങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. ഈ രണ്ട് തരത്തിലാണ് ജലാശയത്തിലെ ജലം മലിനമാകുന്നത്. ഒന്ന്, അഴുക്ക് തടഞ്ഞു നിർത്താത്തത്. രണ്ട്, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ഇത് രണ്ടും അവോയ്ഡ് ചെയ്താൽ ജലാശയങ്ങൾ നല്ല ശുദ്ധജല സ്രോതസ്സുകളാക്കി മാറ്റാൻ പറ്റും. രണ്ടാമത്തെ ഭാഗം, ജലം ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഒരാൾക്ക് കുളിക്കാൻ ഇത്ര വെള്ളം വേണം എന്നുണ്ട്, ആവശ്യത്തിന്, അത് മാത്രം ഉപയോഗപ്പെടുത്തുക. അതിൽ കൂടുതൽ ഉപയോഗപ്പെടുത്താതെ നോക്കുക. മുഖം കഴുകുമ്പോൾ അതിനാവശ്യമുള്ള വെള്ളം മാത്രം എടുക്കുക. വെള്ളം തുറന്നിട്ടുകൊണ്ട്, ടാപ്പ് തുറന്നിട്ടുകൊണ്ട് പല്ല് തേക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ഒരു കൈ, ഇടത് കൈ ടാപ്പിലും വലത് കൈ ഇങ്ങനെ ആണെങ്കിൽ ഓക്കെയാണ്, നമുക്ക് ജലം നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കാം. മുഖം കഴുകുമ്പോഴൊക്കെ ടാപ്പ് തുറന്നിടുന്നവരുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് മുഖം കഴുകുമ്പോൾ ടാപ്പ് തുറന്നിടുന്നവരുണ്ട്. പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നത് എങ്ങനെയാണ്? ഒരു ഗ്ലാസ്സിൽ വെള്ളം, ഒരു ടംബ്ലറിൽ വെള്ളം എടുത്ത് കൈ കഴുകുന്നു, മുഖം കഴുകുന്നു. ഇതുപോലെയൊക്കെ നമ്മൾ നോക്കിയാൽ ജലം പാഴാകാതെ നമുക്ക് നോക്കാൻ കഴിയും. ഇത് ഭാവിയിലേക്ക് വേണ്ട ഒരു കാര്യം കൂടിയാണ്. ജലം പാഴാകാതെ നോക്കണമെങ്കിൽ വല്ലപ്പോഴുമൊക്കെ കിട്ടുന്ന മഴ പാഴാകാതെ നോക്കണം. വല്ലപ്പോഴും കിട്ടുന്ന മഴ എന്ന് വേണം പറയാൻ. വേനൽക്കാലത്തൊക്കെ, വർഷക്കാലത്ത് ധാരാളം മഴ കിട്ടിയാലും അത് പാഴാകാതെ നോക്കണം. പുഴയിലൂടെ ഒലിച്ച് അത് എവിടെ ചെന്ന് പെടുന്നു? അത് കടലിൽ ചെന്ന് പെടുകയാണ്. അത് വീണ്ടും നീരാവിയായി വരുമല്ലോ. നീരാവിയാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ നീരാവി മുഴുവൻ മഴയാകുമെന്ന് എന്താ ഉറപ്പ്? ഇല്ലല്ലോ. അതുകൊണ്ട് കിട്ടിയ വെള്ളം മണ്ണിൽ ശേഖരിക്കാം. ശരിക്കും ജലത്തിൻ്റെ സ്രോതസ്സ്, സംഭരണി കുളങ്ങളോ പുഴകളോ അല്ല, അത് ഭൂമി തന്നെയാണ്. ഭൂമിയാണ് ശരിയായ സ്രോതസ്സ്. ആ ഭൂമിയിൽ ജലം ശേഖരിക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ബോർവെല്ലുകളൊക്കെ കുഴിച്ച് അതിൽ നിന്ന് വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. ആ ബോർവെല്ലുകളിലെ വെള്ളം കഴിയും, കുറേശ്ശെ എടുത്തെടുത്ത് കഴിയും. നമുക്ക് മഴക്കാലത്ത് അതിനെ ചാർജ് ചെയ്യാം. ബോർവെല്ലുകളെ മഴക്കാലത്ത് നമുക്ക് ചാർജ് ചെയ്യാം, ശുദ്ധജലം കൊണ്ട് ചാർജ് ചെയ്യാം.
അതുപോലെ മൺകുഴികളുണ്ടാക്കി അതിൽ വെള്ളം ശേഖരിക്കാം. വെട്ടുകല്ലുള്ള പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം ശേഖരിക്കാൻ കഴിയുക. 1 കിലോ വെട്ടുകല്ല് അതിൻ്റെ തൂക്കത്തേക്കാൾ കൂടുതൽ ജലം ശേഖരിക്കാൻ കഴിവുള്ളതാണ്. ഇപ്പോൾ കിണറുകളൊക്കെ കുഴിക്കുമ്പോൾ വെട്ടുകല്ലാണെങ്കിൽ ആ പ്രദേശത്ത് വെള്ളം ഈ വെട്ടുകല്ലിൽ താഴ്ന്നു പോകാനായിട്ട് അവസരമൊരുക്കിയാൽ ശരിയായ കിണറിൽ വെള്ളം കിട്ടും. ഞാൻ എൻ്റെ സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ അങ്ങനെ ചെയ്തു. അവിടെ ഞാനത് വാങ്ങുമ്പോൾ വെള്ളം വേണ്ടത്ര കിട്ടാറില്ല കുട്ടികൾക്ക്. ഒരു കിണറേ ഉള്ളൂ. ഒരു കിണറിൽ കൂടുതൽ അവിടെ സ്ഥാനവും ഇല്ല. അപ്പം ഞാനൊരു 4 വലിയ കിണറുകൾ, വലിയ കുഴികളെന്ന് പറയാം, ചെറിയ കിണറുകൾ, വെള്ളം കാണുന്ന അത്രയും താഴ്ചയില്ല, ഒരു 10 അടി താഴ്ചയിൽ, അവിടെയൊക്കെ 40 അടിയൊക്കെ ചെന്നാലാണ് വെള്ളം കാണുകയുള്ളൂ. അപ്പോൾ ഈ 10-40 അടി താഴ്ചയുള്ള ഈ കിണറ്റിലേക്ക് വെള്ളം വരാനായിട്ട് ഒരു 4 കിണർ ചുറ്റും ഉണ്ടാക്കി. ഒരു 10 അടി താഴ്ച. മഴവെള്ളം മുഴുവൻ അതിലേക്ക് ശേഖരിച്ചു. നല്ല മഴ പെയ്യുമ്പോൾ ആ കിണറുകളൊക്കെ നിറയും. 4 കിണറും നിറയും. ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കിയാൽ ആ കിണറ്റിലൊന്നും അധികം വെള്ളം ഉണ്ടാവില്ല. ഒക്കെ താഴെയുള്ള കല്ലിലേക്ക് പോയി കല്ലിലൂടെ അത് കിണറ്റിലെത്തും. കിണറ്റിലെ വെള്ളം കുറയുന്നതനുസരിച്ച് അത് കിണറ്റിലെത്തും. ഇങ്ങനെ നമുക്ക് വെള്ളം പാഴാകാതെ നോക്കാം. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? ഒലിച്ച് റോട്ടിലേക്ക് ഇറങ്ങി റോട്ടിൽ നിന്ന് കാനയിലൂടെ പുഴയിലെത്തി അത് സമുദ്രത്തിലെത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഓർക്കുക, വെള്ളം പാഴാക്കി കളയാതെ നോക്കുക. അമൂല്യമാണ് വെള്ളം, അമൂല്യമാണ്. പെട്ടെന്നൊരാശയം നിങ്ങളുടെ മുന്നിലേക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം, കൂടുതലുള്ള അംശം, ഘടകം, അത് വെള്ളമാണ്. ആ വെള്ളം ആവശ്യത്തിന് നിലനിർത്തണം. ആ വെള്ളം പാഴായിക്ക് പോകുമ്പോഴൊക്കെയാണ് ഈ സൂര്യതാപമൊക്കെ ഏൽക്കുന്നത്. സൂര്യതാപമേറ്റൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നത് വേണ്ടത്ര വെള്ളം ശരീരത്തിലില്ലാതെ പോകുമ്പോഴാണ്. വെള്ളം കൺസർവ് ചെയ്യാനും അത് ശുദ്ധമായി സൂക്ഷിക്കാനും ദൈവം നമുക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.